ഡിസൊല്യൂഷൻ ഡിസൊല്യൂഷൻ എന്നാണ് അല്ലെങ്കിൽ പിരിച്ചുവിടലാണ്. Dissolution. No member of the General Service Board shall at any time have any right, title, or interest in and to the funds or property of the General Service Board. Should at any time in the future the General Service Board be dissolved, all of the remaining assets and property of the corporation shall, after paying or making provisions for the payment of all the liabilities of the corporation and for the necessary expenses thereof, be applied as determined by the Board of Trustees and as approved by a Justice of the Supreme Court of the State of New York for the charitable or educational purposes for which the corporation is organized, by distributing such property and assets for the furtherance of the work of institutions with the similar purpose and objects which shall qualify under Section 501(c)(3) of the code or corresponding section of any future federal tax code. In the event of voluntary dissolutions, such institutions shall be selected in the discretions of the trustees, subject to approval of the plan of dissolutions and distributions of assets upon an order of the Justice of the Supreme Court of the State of New York. In no event shall any of such assets be distributed to any member, trustees, ഡയറക്ടർ ഓർ ഓഫീസർ ഓർ എനി പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ പിരിച്ചുവിടലിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ പിരിച്ചുവിടൽ. ജനറൽ സർവീസ് ബോർഡിലെ അല്ലെങ്കിൽ ജനറൽ സർവീസ് ബോർഡ് ഒരു അംഗത്തിനും ഏത് സമയത്തും ജനറൽ സർവീസ് ബോർഡിന്റെ ധനസമ്പത്തിന്മേലോ സ്വത്തുക്കളിന്മേലോ യാതൊരു വ്യക്തിപരമായ അവകാശമോ ഉടമസ്ഥാവകാശമോ താല്പര്യമോ ഉണ്ടായിരിക്കില്ല. ഭാവിയിൽ ഏതെങ്കിലും സമയത്ത് ജനറൽ സർവീസ് ബോർഡ് പിരിച്ചുവിടുകയാണെങ്കിൽ ഡെസൊല്യൂഷൻ കോർപ്പറേഷന്റെ എല്ലാ ബാധ്യതകളും കടങ്ങളും തീർത്ത് അല്ലെങ്കിൽ അവയുടെ തീർപ്പിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി അതുമായി ബന്ധപ്പെട്ട ആവശ്യമായ ചെലവുകളും വഹിച്ചതിന് ശേഷം അവശേഷിക്കുന്ന എല്ലാ സ്വത്തുക്കളും ആസ്തികളും ബോർഡ് ഓഫ് ട്രസ്റ്റി നിർണ്ണയിക്കുന്ന രീതിയിലും ന്യൂയോർക്ക് സംസ്ഥാന സുപ്രീം കോർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ന്യൂയോർക്ക് ഒരു ജസ്റ്റിസിന്റെ അംഗീകാരത്തോടെയും കോർപ്പറേഷൻ രൂപീകരിക്കാനുള്ള ജീവകാരുണ്യ, ചാരിറ്റബിൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടണം. അപ്പോൾ ഏതെങ്കിലും സ്വത്തുക്കളും ആസ്തികളും ട്രസ്റ്റി ബോർഡ് പിരിച്ചുവിടപ്പെടുകയാണെങ്കിൽ ന്യൂയോർക്കിലെ ഒരു ജസ്റ്റിസിന്റെ അംഗീകാരത്തോടെ കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുള്ള ചാരിറ്റബിൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടും. ഇത് നടപ്പിലാക്കുന്നത് സമാന ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനായി അവശേഷിക്കുന്ന സ്വത്തുക്കളും ആസ്തികളും അവയ്ക്ക് വിതരണം ചെയ്തുകൊണ്ടായിരിക്കും. അത്തരം സ്ഥാപനങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ നികുതി നിയമത്തിലെ ഇന്റേണൽ റവന്യൂ കോഡ് സെക്ഷൻ 501(c) 3 പ്രകാരമോ ഭാവിയിൽ നിലവിൽ വരുന്ന അതിന് തുല്യമായ ഫെഡറൽ നികുതി നിയമത്തിലെ അനുബന്ധ വകുപ്പ് പ്രകാരമോ നികുതി ഇളവിന് അർഹതയുള്ള സ്ഥാപനങ്ങളായിരിക്കണം. സ്വമേധയാ വോളണ്ടറി പിരിച്ചുവിടൽ സംഭവിക്കുന്ന സാഹചര്യത്തിൽ ആസ്തികൾ സ്വീകരിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള വിവേചനാധികാരം ട്രസ്റ്റിമാർക്കായിരിക്കും. എന്നാൽ പിരിച്ചുവിടലിനെയും ആസ്തി വിതരണ പദ്ധതിയെയും സംബന്ധിച്ച പദ്ധതി ന്യൂയോർക്ക് സംസ്ഥാന സുപ്രീം കോടതിയിലെ ജസ്റ്റിസിന്റെ ഉത്തരവിലൂടെ അംഗീകരിക്കപ്പെട്ടിരിക്കണം. ഏത് സാഹചര്യത്തിലും ഈ ആസ്തികൾ ഒന്നും തന്നെ ജനറൽ സർവീസ് ബോർഡിലെ ഏതെങ്കിലും അംഗത്തിന്, ട്രസ്റ്റിക്ക്, ഡയറക്ടർക്ക്, ഓഫീസർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വ്യക്തിക്ക് വിതരണം ചെയ്യുകയോ കൈമാറുകയോ ചെയ്യാൻ പാടില്ല. ഈ വകുപ്പ് ഉറപ്പാക്കുന്നത് ജനറൽ സർവീസ് ബോർഡിന്റെ സ്വത്തുക്കൾ ആരുടെയും വ്യക്തിഗത സ്വത്തല്ല. അപ്പോൾ ഒരു കാരണവശാലും ട്രസ്റ്റിമാർക്കോ ഡയറക്ടർമാർക്കോ ഓഫീസർമാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വ്യക്തിക്കോ നമ്മുടെ സ്വത്തുക്കൾ വിതരണം ചെയ്യുകയോ കൈമാറുകയോ ചെയ്യാൻ പാടില്ല. ബോർഡ് ഒരിക്കൽ പിരിച്ചുവിടേണ്ടി വന്നാൽ കടങ്ങൾ തീർത്ത ശേഷം അവശേഷിക്കുന്ന എല്ലാ ആസ്തികളും ജീവികാരുണ്യത്തിനോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ മാത്രമേ ഉപയോഗിക്കാവൂ. ആസ്തികൾ സമാന ലക്ഷ്യമുള്ള 501(c) 3 അംഗീകാരമുള്ള ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങൾക്കാണ് നൽകേണ്ടത്. ഒരംഗത്തിനും ട്രസ്റ്റിക്കും ഡയറക്ടർക്കും ഓഫീസർക്കും സ്വകാര്യ വ്യക്തിക്കും ബോർഡിന്റെ ആസ്തികളിൽ നിന്ന് വ്യക്തിപരമായ യാതൊരു പങ്കും ലഭിക്കുകയില്ല. ഈ വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം ജനറൽ സർവീസ് ബോർഡിന്റെ എല്ലാ സ്വത്തുക്കളും എപ്പോഴും പൊതു നന്മയ്ക്കും സേവന ലക്ഷ്യങ്ങൾക്കുമായി മാത്രം ഉപയോഗിക്കപ്പെടണം. വ്യക്തിപരമായ ലാഭത്തിനായി ഒരിക്കലും ഉപയോഗിക്കരുത് എന്നത് നിയമപരമായി ഉറപ്പാക്കുക എന്നതാണ്.